Welcome to Kipeki Economics. Theory of production. Theory of production or production is a widely discussing concept in the modern world. For understanding theory of production properly, we need to understand who is a producer. Who is a producer? As we all know, a producer is an economic unit that produces goods or provides services is called producer or a firm. You got it? ആരാണ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആരാണ് ഒരു ഉൽപ്പാദകൻ? നമ്മൾ പലപ്പോഴും തമാശകളിലൊക്കെ പറയാറുണ്ട് അല്ലേ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് പ്രൊഡ്യൂസർ എന്ന് പറയാറുണ്ട്. ഞാനൊരു കത്തി നിർമ്മിച്ചു, ഞാനൊരു വീടുണ്ടാക്കി, ഞാനൊരു പേനയുണ്ടാക്കി, ഞാനൊരു ഗോതമ്പ് പൊടി ഉണ്ടാക്കി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കുന്ന വ്യക്തികളാണ് പ്രൊഡ്യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻ എക്കണോമിക് യൂണിറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ഗുഡ്സ് ഓർ പ്രൊവൈഡ് സർവീസ് ഇസ് കോൾഡ് പ്രൊഡ്യൂസർ ഓർ എ ഫേം. എന്തെങ്കിലും ഒരു സാധനം മാത്രമാണോ? അല്ല, അവിടെ എന്തുണ്ട്? സേവനങ്ങൾ കൂടിയുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു സേവനമോ സാധനങ്ങളോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന വ്യക്തിയെ അതല്ലെങ്കിൽ സ്ഥാപനത്തെ ഒക്കെ നമ്മൾ പ്രൊഡ്യൂസർ എന്നാണ് വിളിക്കുക. പ്രൊഡ്യൂസറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഈസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് ഹീ ഈസ് ട്രൈങ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ത്രൂ മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊരു പ്രൊഡ്യൂസറുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത് പലപ്പോഴും ചെലവ് കുറച്ച് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരിക്കും. ഉൽപ്പാദനത്തിൻ്റെ ചെലവ് കുറയ്ക്കുക, അതിൽ നിന്നും ലഭ്യമാകുന്ന മുഴുവൻ പൈസയും അല്ലെങ്കിൽ ലഭ്യമാകുന്ന മുഴുവൻ വിളവും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതായിരിക്കും എപ്പോഴും ഒരു പ്രൊഡ്യൂസറുടെ ചിന്താഗതി എന്ന് പറയുന്നത്. All resources used in the input are called inputs. Least cost of production depends on the best combination of input or factors which a producer uses in the production process. Okay. The next concept is factors of production. Factors of production എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദക ഘടകങ്ങളാണ്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടനം. ഓക്കെ, വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ പഠിച്ചെടുക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളിൽ ഉൽപ്പാദക ഘടകങ്ങൾ ഇല്ലാതെ പോവാറില്ലല്ലോ. ഏത് സാധനവും ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി ആവശ്യമാണ്, തൊഴിലും ആവശ്യമാണ്, തൊഴിലാളികളെ ആവശ്യമാണ് അല്ലേ? അതുപോലെ തന്നെ മൂലധന വസ്തുക്കളില്ലാതെ ഉൽപ്പാദനം നടക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഓർഗനൈസേഷൻ, സംഘാടനം. ഉൽപ്പാദനം നടക്കുന്നത് സംഘാടനം വഴിയാണ്. എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതെല്ലാം നോക്കി നടത്താൻ ഒരു സംഘാടകനെ നമുക്ക് ആവശ്യമുണ്ട്, ഒരു ഓർഗനൈസറെ നമുക്ക് ആവശ്യമുണ്ട്. സോ ഓർഗനൈസർ ചെയ്യുന്നത് എന്താ? ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 എണ്ണമാണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇനി നമ്മൾ പ്രൊഡക്ഷൻ എന്താണ് എന്നതൊന്ന് മനസ്സിലാക്കാൻ പോകുന്നു. എന്താണ് ഉൽപ്പാദനം? ഉൽപ്പാദനം ഒരു പ്രക്രിയയാണല്ലേ. ഉൽപ്പാദനം ഒരു പ്രക്രിയയാണ്. എങ്ങനെയുള്ള പ്രക്രിയയാണ്? ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും സംശയിക്കും, അതെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്
ട്രാൻസ്ഫോമിങ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എക്കണോമിക് പ്രോസസ് ദാറ്റ് യൂസസ് ദ റിസോഴ്സസ് ടു ക്രിയേറ്റ് എ കമ്മോഡിറ്റി ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എക്സ്ചേഞ്ച്. നമുക്ക് ഒരു ഉൽപ്പന്നം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 രൂപയ്ക്ക് ഒരു സാധനം എനിക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റും, ഇല്ലേ? ആ വാങ്ങിച്ച സാധനം ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചതാവില്ലേ? ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിച്ചതായിരിക്കും. ഇതുപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടുകളെ ഔട്ട്പുട്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരാശയമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ is defined as the mathematical or algebraic expression which represents functional and technical relationship between physical input used in the production process and physical output produced. So ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് കൊടുത്തിരിക്കുന്നത്. വെൻ ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കെ. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കെ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ഇക്വേഷൻ ഫോർമാറ്റാണ്, ആൾജിബ്രിക് ഫോർമാറ്റാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമാറ്റാണ്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ഇൻപുട്ടുകളും ഔട്ട്പുട്ടും തമ്മിലുള്ള ടെക്നിക്കലായ റിലേഷൻഷിപ്പാണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ, എൽ ലേബർ, കെ ക്യാപിറ്റൽ, അല്ലേ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ആൻഡ് സി ഹിയർ എൽ. എന്താണ് ലേബർ? ലേബർ എംപ്ലോയ്ഡ് ആസ് എ വേരിയബിൾ ഫാക്ടർ. ലേബർ എന്തായിരിക്കും? ലേബർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫാക്ടറാണ്. When capital employed in the production process as a fixed factor. And then Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് when Q is equal to F of LK. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അസംഷൻസ് എന്തെല്ലാമാണ്. 2 അസംഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ അസംഷനാണ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആർ assumed to be constant. സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി assumed to be constant. രണ്ടാമത്തെ അസംഷനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെഫറൻസ് ടു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിനെ റെഫർ ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇരിക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. 4 ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫീച്ചറാണ് ഫിസിക്കൽ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്നത് ഒരു ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ റിലേഷൻഷിപ്പാണ്. ഇറ്റ് സിഗ്നിഫൈസ് ടെക്നിക്കൽ ആൻഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെ ഇത് കാണിച്ചു തരുന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് ടെക്നോളജി. ലെവൽ ഓഫ് ടെക്നോളജിയെ ഡിറ്റർമിൻ ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് ടൈം പീരീഡിനെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ദർ ആർ 3 ഫീച്ചേഴ്സ് ഫോർ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്. പ്രൊഡക്ഷൻ ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് എക്കണോമിക് ടൈം പീരീഡ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കറിയാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതൊരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ഉൽപ്പാദക ഘടകങ്ങൾ എന്താണെന്നുള്ളത് മറക്കാൻ പാടില്ല. ഇൻപുട്ടുകൾ നമുക്കറിയാം. ഈ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇൻപുട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം അവിടെ എന്തുണ്ട്? ലേബർ ഉണ്ട്.
ഇതുപോലെ തന്നെ ലേബറിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. മെഷീനറീസും ടൂൾസും ഒക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. സോ ലേബർ ഇവിടെയുണ്ട്, മെഷീനറി ഉണ്ട്, ടൂൾസും ഉണ്ട് ഇല്ലേ. ഇനി നമുക്കറിയാം പ്രൊഡക്ഷന് നമ്മൾ കുറേ ഇൻപുട്ടുകൾ ഉപയോഗിക്കാറുണ്ട്, റോ മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് വേണ്ട പവറും ഫ്യൂവലും അതുപോലെ തന്നെ ഫിസിക്കൽ ഫോഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു ഫങ്ഷൻ സാധ്യമാകുന്നുണ്ട്. അതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എല്ലാം Q ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൽ കെ എന്നല്ലേ പറയുക. ഇതിൻ്റെ എല്ലാം പ്രവർത്തന ഫലമായി, പ്രൊഡക്ഷൻ ഫങ്ഷൻ്റെ പ്രവർത്തന ഫലമായി നമുക്ക് കുറേ ഔട്ട്പുട്ടുകൾ ഉണ്ടാകുന്നു. ഈ ഔട്ട്പുട്ടാണ് ഇന്ന് കാണുന്ന കമോഡിറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ലോകത്ത് ഇന്ന് കാണുന്ന മുഴുവൻ പ്രൊഡക്റ്റുകളും ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, ഈ ഒരു പ്രക്രിയയിലൂടെ അത് കടന്നു വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് കിപേക്കി എക്കണോമിക്സിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒഫീഷ്യൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്തിടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാം, മെസ്സേജ് അയക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ അറിയിച്ച് കഴിഞ്ഞ് ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. സൈനിങ് ഓഫ് കിപേക്കി എക്കണോമിക്സ്.